കൊല്ലത്ത് കുടിവെള്ളമെടുക്കാൻ പോയ യുവതി വള്ളം മറിഞ്ഞു മരിച്ചു. പുത്തൻതുരുത്ത് സ്വദേശി സിന്ധുവാണ് മരിച്ചത്. കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് തുരുത്ത് നിവാസികൾ ചെറുവള്ളങ്ങളിൽ മറുകരകളിലെത്തിയാണ് വെള്ളം ശേഖരിക്കുന്നത്. വെള്ളം കിട്ടിയിട്ട് ഒരു 10 ദിവസത്തിൽ കൂടുതലായി. ഇത് ഞങ്ങൾക്ക് ഈ 2 കുടം 3 കുടം വെള്ളം കിട്ടിയിട്ട് നമുക്കൊരു കാര്യവും സാധിക്കാനില്ലല്ലോ. പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ തോണി കൊണ്ടുപോയി വേണം വെള്ളം എടുത്തുകൊണ്ട് വരാൻ. തുരുത്ത് മേഖലയിൽ 9 തുരുത്തുള്ളതിൽ പുത്തൻതുരുത്തിൽ മാത്രം ഒരു 10-20 വീടുകൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ബാക്കി പൂർണ്ണമായിട്ടും കുടിവെള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ വള്ളത്തിൽ നമ്മൾ 1000-500 ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചിട്ട് വെള്ളം അടിച്ച് ടാങ്കുകളിൽ അടിച്ചിട്ട് തുരുത്തുകളിൽ അടുപ്പിച്ചിട്ട് മോട്ടോർ വെച്ച് അടിച്ച് കൊടുക്കുകയാണ്. തുരുത്തിൽ മാത്രമല്ല, ശക്തികുളങ്ങര പഞ്ചായത്തിൽ, നീണ്ടകര പഞ്ചായത്തിൽ, ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം ലഭ്യമല്ല. കരയിലുള്ള മേഖലകളിൽ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. തുരുത്തിലേക്ക് നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. വെള്ളം നമുക്ക് പൈപ്പ് ലൈൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളമില്ല. ഇല്ല, ശാസ്താംകോട്ട ലൈനിൽ അവിടെ ചവറ പാലത്തിൽ വെള്ളം പൈപ്പ് ഇടിഞ്ഞു പോയല്ലോ. അതിനുശേഷം പിന്നെ 8 ദിവസത്തോളം, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച മുതൽ വരെ വെള്ളം ഉണ്ടായിട്ടില്ല. പക്ഷേ തുരുത്തിൽ ഞങ്ങൾക്ക് വെള്ളമില്ലാതായാൽ അത് ഭയങ്കരമായൊരു പരിമിതിയാണ്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ദാരുണമായ സംഭവമാണ്. കുടിവെള്ളത്തിനായി പോകുമ്പോൾ മരിക്കുക എന്നുള്ളത്. എന്താണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്? അധികൃതരുടെ മറുപടിയുണ്ട്. ഇപ്പോൾ അവിടെ 8 ദിവസമായി കുടിവെള്ളമില്ല എന്നൊരു വിഷയം കൂടി നിൽക്കുകയാണ്. സ്മൃതി, കഴിഞ്ഞ 8 ദിവസമായി ഇവർ ഈ തുരുത്തിലുള്ള 600 കുടുംബങ്ങളും 9 തുരുത്തുകളിലായി 600 കുടുംബങ്ങളും വെള്ളത്തിന് വേണ്ടി സമാനമായ രീതിയിൽ കടത്തുവള്ളത്തിൽ പാത്രങ്ങൾ, വീട്ടിലത്തെ പാത്രങ്ങളെല്ലാം കൊണ്ട് അക്കരെ ചെന്ന് വെള്ളം ശേഖരിച്ച് ഇക്കരെ എത്തുന്നതാണ് പതിവ്. ഇതിന് ശേഷമാണ് പലരും ജോലിക്ക് പോകുക, പല സമയത്താണ് വെള്ളം എത്തുക. അങ്ങനെ കഷ്ടപ്പാടുകൾ മാത്രമാണ് ഈ തുരുത്ത് നിവാസികൾക്കുള്ളത്. ഇന്ന് അമ്മയും മകനും കുടിവെള്ളത്തിന് വേണ്ടി പള്ളിയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് കുടിവെള്ളത്തിന് വേണ്ടി കടത്തുവള്ളത്തിൽ പോകുന്നതിനിടെ വള്ളം മറിഞ്ഞാണ് അമ്മ, അതായത് സന്ധ്യ സെബാസ്റ്റ്യൻ എന്ന സിന്ധു മരിച്ചത്. 40 വയസ്സാണ് പ്രായം. ഇവർ ഈ കുടുംബവുമായി, ഭർത്താവിന് അസുഖമാണ്, മകനുണ്ട്. ഇവർ വെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ വീട്ടിലെ സാമ്പത്തിക സ്ഥിതികൾ എങ്ങനെയാണെന്ന് വീട്ടിൻ്റെ സാമ്പത്തികം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മകനും അമ്മയും കൂടിയാണ് വെള്ളത്തിൽ ജോലിക്ക് പോയത്. മരിച്ച സന്ധ്യ ചേച്ചിയുടെ ആങ്ങളയുമായിട്ട് അല്ലാതെ മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ്. അവർക്ക് ഡെയിലി ഉള്ള അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് മാത്രമേ സാമ്പത്തികമുള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലാതെ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരല്ല. പിന്നെ ഒരു മകൾ നമ്മുടെ അവിടെ തന്നെ അടുത്തൊരു ക്ലിനിക്കിൽ ജോലി ചെയ്യുകയാണ്. അപ്പം വളരെ പരിതാപകരമാണ്. കാരണം വെച്ചാൽ ഈ അമ്മച്ചി പറഞ്ഞ പോലെ ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കാണെങ്കിൽ അതിനി നമ്മളെല്ലാവരും സഹായിക്കാം. എന്താ വീട്ടിലത്തെ സംസ്കാരപ്പഴിക്കാൻ എന്തെങ്കിലും? ആകെ സാമ്പത്തികം മോശമാണ്. കടക്കാടം പോലും ഇല്ല, വാടകയ്ക്ക് താമസിക്കുക. സംസ്കാരം എന്നാ? നാളെ 11 മണിക്ക്. ഈ തുരുത്തിലെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ചവറയിലെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയതാണ് ഈ തുരുത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ വരവ് നിൽക്കാനെന്ന കാരണം. 8 ദിവസമായി നിങ്ങൾ അവിടെ കഷ്ടത അനുഭവിക്കുക. ഈ സമയമൊക്കെ നിങ്ങൾ അധികൃതരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി ഉണ്ടായത്? ചവറപ്പാലത്തിൽ നിന്ന് നമുക്ക് മാത്രമല്ല, ശക്തികുളങ്ങര, നീണ്ടകര, കാവനാട് അങ്ങോട്ടുള്ള എല്ലാ വീടുകളിലേക്കും പമ്പിങ് നടക്കുന്നത് ചവറ ഈ മെയിൻ ശാസ്താംകോട്ട പൈപ്പ് ലൈനിൽ നിന്നാണ്. അതിൻ്റെ മെയിൻ പൈപ്പ് ലൈനാണ് ചവറ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പൊട്ടി വീണത്. പക്ഷേ അത് ഇപ്പോൾ 8ാം ദിവസമാണ്. ഇന്ന് ഇതുവരെയും അതിനൊരു ശാശ്വതമായൊരു പരിഹാരം നടന്നിട്ടില്ല. ഞാനൊരു ഫോട്ടോ ബാക്കിയുള്ള വീഡിയോസിന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ തുരുത്ത് നിവാസികൾക്ക്, ഞങ്ങളൊക്കെ കരയിലാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം നമ്മുടെ അവിടെ ടാങ്കർ വരും. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ കിണറുണ്ട്. അപ്പം എൻ്റെ വീട്ടിലെ കിണറിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പം കരയിലുള്ളവർക്ക് അത്രയും പ്രശ്നം വരത്തില്ല. അതേസമയം ഇവരെ പോലുള്ളവർക്ക്, ഇവർ ജോലിക്ക് പോകുന്നവരാണ്. ഈ അമ്മച്ചി കാവനാട് മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന അമ്മച്ചിയാണ്. അപ്പം ഇവരെ പോലുള്ളവർക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന വെള്ളം കിട്ടിയാൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എത്ര മണിക്ക് അമ്മ വെള്ളം വരും? ഞങ്ങൾക്കിപ്പോൾ എത്ര മണിക്ക് മൊത്തത്തിൽ വെള്ളമില്ല. വരികയാണെങ്കിൽ മൊത്തത്തിൽ, ചില ദിവസം മൊത്തത്തിൽ കാണും, ഇല്ലെങ്കിൽ രാവിലെ മാത്രം കാണും. അന്നേരം ഞങ്ങൾ പാത്രം വെച്ച് പിടിക്കും. ഇതിപ്പോൾ ഇത്രയും ദിവസം വെള്ളമില്ലാതെ വന്നതാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെ ഒരു ടാങ്കറിൽ വെള്ളം നാട്ടുകാരുടെ പ്രതികരണങ്ങൾ